എസ് മുജീബ് റഹ്മാൻ, രണ്ട് ചോദ്യങ്ങൾക്ക് ആദ്യം ഉത്തരം നൽകുക. ഒന്ന്, വഖഫ് ഭൂമിയാണെന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇതിൻ്റെ പൊസഷൻ ആർക്കാണ്? രണ്ടാമത്തെ ചോദ്യം, കുടിയൊഴിപ്പിക്കില്ല മുനമ്പത്തുകാരെ എന്ന് പറയുന്നു. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒന്നാമതായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അഡ്വക്കേറ്റ് ഷോൺ ജോർജ് അദ്ദേഹത്തിൻ്റെ പിതാവിനെ കുറിച്ച് സൂചിപ്പിച്ചു. അദ്ദേഹം ഒരു വർഗീയ പരാമർശവും നടത്തിയിട്ടില്ല എന്ന്. പിന്നെ അദ്ദേഹം മുസ്ലിം സമുദായത്തിലെ ചില ആളുകളെ ഞങ്ങൾ വർഗീയവാദികൾ എന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ മുസ്ലിം സമുദായത്തെ ഞങ്ങൾ പറഞ്ഞിട്ടില്ല എന്ന്. സോഷ്യൽ മീഡിയയിൽ വ്യാപകമാണ്. അദ്ദേഹത്തിൻ്റെ പിതാവ് ഈ ജനൻ ചാനലിൽ തന്നെ അനിൽ നമ്പ്യാരുടെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ മുഴുവൻ തീവ്രവാദികളാണ്, അവർ പാകിസ്ഥാനിലേക്ക് പോകണം, അത് മുസ്ലിങ്ങളെ മാത്രമാണോ ഉദ്ദേശിച്ചതെന്നുള്ളത് എനിക്കറിയില്ല. ഇന്ത്യ രാജ്യത്തെ ഇടയ്ക്ക് തടസ്സപ്പെടുത്തല്ലേ? അങ്ങനെയല്ലല്ലോ, ഡൈവർട്ടല്ല. നേരത്തെ അദ്ദേഹത്തിന്റെ മകൻ അഡ്വക്കേറ്റ് ഷോൺ ജോർജ് താങ്കളുടെ നേതൃത്വത്തിൽ ഞാൻ സംസാരിക്കും, തടസ്സപ്പെടുത്തല്ലേ? ഞാൻ എന്റെ പിതാവ് മുനമ്പത്ത് വന്നുകൊണ്ടോ അതല്ലെങ്കിൽ ഒരു വർഗീയ അദ്ദേഹം സംസാരിച്ചപ്പോ ഇവിടെ വർഗീയ പ്രശ്നങ്ങളോ ചർച്ചകളോ എല്ലാം ഇവിടുത്തെ വിഷയം മുനമ്പോ താങ്കളുടെ നേതൃത്വത്തിൽ താങ്കൾ ചിരിച്ച് വളരെ സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ മുഴുവൻ വർഗീയവാദികളാണെന്നും അവർക്ക് പാകിസ്ഥാനിലേക്ക് പോടാ എന്ന് പറഞ്ഞപ്പോ താങ്കൾ വളരെ ഒരു ആങ്കർ എന്നുള്ള രീതിയിൽ മിസ്റ്റർ പി സി ജോർജ് ഇന്ത്യ രാജ്യത്തെ മുസ്ലിങ്ങൾ മുഴുവൻ വർഗീയവാദികളാണെന്നും പാകിസ്ഥാനിലേക്ക് പോകണമെന്നും താങ്കൾ ഈ ജനം ചാനലിൽ വന്ന് ചർച്ച ചെയ്യുന്നത് ശരിയല്ല എന്ന് പറയാൻ താങ്കൾ തയ്യാറായില്ല. താങ്കൾ വളരെ പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു. ഇപ്പോ താങ്കൾ അത് ഞാൻ പറയുമ്പോൾ നമ്മുടെ വിഷയമല്ല എന്ന് താങ്കൾ സംസാരിച്ച് തടസ്സപ്പെടുത്തുന്ന അവസ്ഥയുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം സൂചിപ്പിക്കാൻ ഞാൻ കഴിഞ്ഞു. എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ പറഞ്ഞു. രണ്ടാമത്തെ ഒരു കാര്യം, നിലവിലെ മറ്റേ റിട്ടയർഡ് അണ്ടർ സെക്രട്ടറി എന്നുള്ള രീതിയിലേക്ക് നമ്മുടെ സ്റ്റാൻലിൻ ദേവൻ അദ്ദേഹം പറഞ്ഞു, ഇടയ്ക്ക് സംസാരിക്കല്ലേ ആങ്കർ, ഈ ബാക്കിയുള്ള 3-4 പ്രതിനിധികളും സംസാരിച്ചപ്പോ താങ്കൾ ഇടയ്ക്ക് സംസാരിച്ചിട്ടില്ല, ഞാനും സംസാരിച്ചിട്ടില്ല. ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ എന്താണ് പറയുന്നത് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം താങ്കൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ സംസാരിച്ച ഇല്ല 4 അവർ സംസാരിച്ച സബ്ജക്ട് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. എന്റെ പിതാവ് ഇവിടെ ഒരാളെയും വർഗീയവാദികളെന്ന് വിളിച്ചിട്ടില്ല, മുസ്ലിങ്ങളെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ മറുപടി പറഞ്ഞു. അടുത്തത് 9 മാസക്കാലത്തോളം ഈ വിഷയത്തെക്കുറിച്ച് പഠിച്ച സ്റ്റാൻലിൻ ദേവൻ അദ്ദേഹം പറഞ്ഞു, നിലവിലെ വഖഫ് ഭേദഗതി നിയമം നിലവിൽ വന്നാൽ ഈ പറയപ്പെടുന്ന മുനമ്പത്തെ സമരത്തെയോ മുനമ്പത്തുകാർക്ക് ഒരു ഗുണവും ഉണ്ടാകില്ല എന്ന് വളരെ കൃത്യമായി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. നേരത്തെ പി സി ജോർജിന്റെ മകൻ ഷോൺ ജോർജിനുള്ള മറുപടിയാണ് ഞാൻ, അതുകൊണ്ട് ഞാൻ അതിലേക്ക് പറയുന്നില്ല. വേറൊരു കാര്യം സൂചിപ്പിക്കാനുള്ള, റോയ് കുര്യൻ അവിടുത്തെ സമരസമിതിയുടെ ഭാരവാഹിയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വിഷയത്തെ വൈകാരികമായി എടുക്കുകയോ ആ മുനമ്പത്തെ ഭൂമി 404 ഏക്കർ വഖഫ് ഭൂമിയാണ് എന്നുള്ള കൃത്യമായ യാഥാർത്ഥ്യം ഞങ്ങൾക്ക് ബോധ്യമുണ്ടായിരുന്നിട്ടും ഈ പറയപ്പെടുന്ന, ഞാൻ എറണാകുളം ജില്ലക്കാരനാണ്, ഞാൻ എറണാകുളം സിറ്റിയിൽ താമസിക്കുന്ന ആളാണ്, ഇവിടെ നിന്ന് വളരെ ചുരുങ്ങിയ ദൂരം മാത്രമേ ഉള്ളൂ. അദ്ദേഹം പറയട്ടെ, ഇന്നേ വരെ മുജീബ് റഹ്മാനോ ഇവിടുത്തെ ഏതെങ്കിലും ഇടയ്ക്ക് സംസാരിക്കില്ല, ആരാ സംസാരിക്കുന്നത്? അതിന് ഞാൻ നിർത്താം. നമ്മൾ ഒന്ന് പറഞ്ഞ പോലെ ഞാൻ സംസാരിക്കുന്നത് ഈ നാട്ടുകാരനായ സമരസമിതിയുടെ കൺവീനർ അതല്ലെങ്കിൽ അവിടുത്തെ സമരസമിതിയുടെ പ്രവർത്തകൻ അദ്ദേഹം സംസാരിച്ചു. വഖഫ് ഭേദഗതി നിയമം പിൻവലിക്കണം, അതേപോലെ വഖഫ് ഭേദഗതി നിയമം നടപ്പാക്കണം. ഞങ്ങൾ വഖഫിനെ കടലിൽ താത്തും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ സമരം ചെയ്യുന്ന പാവപ്പെട്ട സാധാരണക്കാരോട് ഞങ്ങൾക്ക് വലിയ അനുഭാവം ഉണ്ടായിരുന്നു. കാരണം അവർ സാധാരണക്കാരാണ്, പാവപ്പെട്ടവരാണ്. അതിൽ ചിലർ അറിയാതെ ഫാറൂഖ് കോളേജിന്റെ ചതിയിൽപ്പെട്ട്. ഞങ്ങൾ ചോദിക്കട്ടെ, ഞങ്ങൾ ഫാറൂഖ് കോളേജിനെ, വഖഫ് സംരക്ഷണ സമിതി ഫാറൂഖ് കോളേജിനെതിരെ ശക്തമായി സംസാരിക്കുന്നു, നിലപാട് സ്വീകരിക്കുന്നു, ഫാറൂഖ് കോളേജിനെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ തയ്യാറാകുന്നു. എന്തുകൊണ്ടാണ് നിങ്ങളെ ചതിച്ച ഫാറൂഖ് കോളേജിനെതിരെ കമ എന്നൊരക്ഷരം നിങ്ങൾ മിണ്ടാത്തത്? എന്തുകൊണ്ടാണ് ഫാറൂഖ് കോളേജ് ഏതെങ്കിലും ഒരു വ്യക്തിയെ, ഇപ്പൊ ഞാൻ ഒരു സ്ഥലം വാങ്ങി, അതല്ലെങ്കിൽ ഞാനൊരു വാഹനം വാങ്ങിയിട്ട് ആ വാഹനം മറ്റൊരാളിൽ നിന്ന് കളവ് നടത്തി എനിക്ക് വിറ്റതാണ് എന്ന് എന്നെ പോലീസ് പിടിച്ചാൽ ഞാൻ എന്ത് ചെയ്യും? എനിക്ക് ആ വാഹനം ആരാണോ വിറ്റത് അദ്ദേഹത്തിനെതിരെ കേസ് കൊടുക്കും. എന്തുകൊണ്ടാണ് ഫാറൂഖ് കോളേജാണ് ഞങ്ങളെ ചതിച്ചത് എന്നുള്ള കൃത്യമായ ബോധ്യമുണ്ടായിട്ടും സമരസമിതി എന്തുകൊണ്ടാണ് ഈ പറയപ്പെടുന്ന രീതിയിൽ ഫാറൂഖ് കോളേജിനെതിരെ സംസാരിക്കാൻ തയ്യാറാകാത്തത്, നിയമ നടപടി സ്വീകരിക്കാൻ തയ്യാറാകാത്തത്? അവിടെ ഈ പറയപ്പെടുന്ന കമ്മീഷനോട് സന്ദർശിച്ച സമയത്തും കമ്മീഷനോടൊപ്പം ഞാനും മുനമ്പത്തുണ്ടായിരുന്നു. മുനമ്പത്ത് സംസാരിച്ചപ്പോൾ അവിടുത്തെ കൺവീനർ ചാനലുകളുടെ മുന്നിൽ പറഞ്ഞു, ഇവിടെ ഞങ്ങൾ താമസിക്കുന്ന 144 ഏക്കർ ഭൂമിയാണ് സാർ ഇത്.
അവിടെ അപ്പുറത്തെ റിസോർട്ടുകളുണ്ട്. ഇതൊന്നും കമ്മീഷനെ കൊണ്ടുപോയി കാണിക്കാനോ കമ്മീഷൻ അങ്ങോട്ട് നോക്കാനോ തയ്യാറായിട്ടില്ല. കമ്മീഷൻ അവിടുത്തെ ഏറ്റവും ദരിദ്രരായിട്ടുള്ള ആളുകളുടെ മുന്നിൽ കൊണ്ടു നിർത്തിക്കൊണ്ട് ഈ പാവപ്പെട്ടവരുടെ ഭൂമിയാണ്. ഇവിടെ ഇപ്പോൾ 144 ഏക്കർ ഭൂമിയേ ഉള്ളൂ. പിന്നെ ഒരു 60 ഏക്കർ വെള്ളക്കെട്ടുണ്ട്. പിന്നെ ഉള്ളത് 260 ഏക്കർ കടലെടുത്തു പോയി. ഞാൻ കഴിഞ്ഞ ദിവസം കമ്മീഷന്റെ മുന്നിൽ ഹിയറിങ്ങിന് ചെന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഹിയറിങ്ങിൽ ഞാൻ പറഞ്ഞു, വഖഫ് സംരക്ഷണ സമിതിയുടെ കൺവീനർ എന്നുള്ള നിലയിൽ ഞാൻ പറയുകയാണ്, ഞാനൊരു വാദം മുന്നോട്ട് വെക്കുന്നു. അവിടെ ഇപ്പൊ 260 ഏക്കർ ഭൂമിയുണ്ട്. 144 ഏക്കറാണ് ഇവർ കാശ് കൊടുത്ത് വാങ്ങിച്ചത്. അത് കടലെടുത്തു പോയി. ഇപ്പോൾ ഉള്ളത് 260 ഏക്കറും വഖഫ് ഭൂമിയാണ് എന്ന് ഞാനൊരു വാദം ഉന്നയിക്കുകയാണെങ്കിൽ സാറിന് എന്ത് പറയാൻ കഴിയും? അവിടെ ഞങ്ങൾ ആവശ്യപ്പെടുന്നത്, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു ചാനൽ ചർച്ചയിൽ വന്നിരുന്നു കൊണ്ട് എന്തെങ്കിലും പുലമ്പുകയല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ രേഖകളുടെയും കോടതി എനിക്ക് പറയാനുള്ളത് കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞാലാണ് ഇത് കേൾക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ ബോധ്യപ്പെട്ടുള്ളത്. ഇടയ്ക്ക് അത് തടസ്സപ്പെടുത്തുകയാണെങ്കിൽ എന്റെ അല്ല, ഞാൻ പറയുന്നത് താങ്കൾ മനസ്സിലാക്കുക. താങ്കൾ അതിന്റെ ഇടയ്ക്ക് ഞാൻ സംസാരിച്ച് താങ്കൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് മാത്രമേ ഞാൻ മറുപടി പറയാൻ പാടുള്ളൂ എന്നില്ലല്ലോ. ഇവിടെ നേരത്തെ സംസാരിച്ച ആളുകളുടെ പച്ചക്കള്ളങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും സമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ട എന്റെ ബാധ്യതയാണല്ലോ. ഞാൻ പറയട്ടെ നിലവിൽ എന്തുകൊണ്ടാണ് ഒന്ന് രണ്ട് ചോദ്യങ്ങള് അങ്ങനെ സംസാരിക്കും. 1-2 ചോദ്യങ്ങള് നേരത്തെ സമരസമിതിയുടെ ഭാരവാഹിയോട് ഞാൻ ചോദിക്കുകയാണ്. അവിടെ ഒരു തർക്കം ഉണ്ടായിട്ടുണ്ട്. സെക്കൻഡ് ഞാൻ പറയട്ടെ സാർ, ഇടയ്ക്ക് തടസ്സപ്പെടുത്തും. ഞാൻ നേരത്തെ വാഹനം മേടിച്ച വിഷയം പറഞ്ഞതുപോലെ തന്നെ ഞാൻ മറ്റൊരു ഉദാഹരണത്തിലേക്ക് പോകും. എൻ്റെ അയൽവാസിയുമായി എനിക്കൊരു അതിർത്തി തർക്കം ഉണ്ടായാൽ അദ്ദേഹം പറയുന്നത് ഈ പത്തല് അവിടെ നിന്ന് 10 മീറ്റർ അപ്പുറത്താണ് ഇടേണ്ടത്, അത് ഇങ്ങോട്ട് കയറ്റിയിട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? ഞാൻ നിലവിലുള്ള അവസ്ഥയിൽ വില്ലേജ് ഓഫീസായിട്ട് ബന്ധപ്പെടും, സ്റ്റേഷനിൽ പരാതി കൊടുക്കും. വില്ലേജ് ഓഫീസിൽ നിന്ന് മറ്റു ചങ്ങലയുമായി ആളുകൾ വരും. എന്നിട്ട് അത് തീർന്നില്ലെങ്കിൽ താലൂക്ക് ഓഫീസിൽ നിന്ന് ആൾ വരും, അത് അളന്നിട്ട് അദ്ദേഹത്തിന് എത്ര സെന്റ് ഉണ്ട്, റോഡ് എത്ര വീതിയുണ്ട്, തെക്കെത്രയുണ്ട്, വടക്കെത്രയുണ്ട്, പടിഞ്ഞാറ് എത്രയുണ്ടെന്ന് കറക്റ്റ് ചെയ്തിട്ട് ആ വിഷയം അവിടെ പരിഹരിക്കും. അതേ രീതിയിൽ എന്തുകൊണ്ടാണ് 404 ഏക്കർ ഭൂമിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ ഉണ്ടായിട്ടുള്ള ഈ തർക്കം പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു ഡിജിറ്റൽ സർവേ ഏർപ്പെടുത്തിക്കൊണ്ട് അവിടെ എത്ര ഏക്കർ കടലെടുത്തു പോയി, എത്ര ഏക്കർ നിങ്ങൾ വാങ്ങിയിട്ടുണ്ട്? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വഖഫ് സംരക്ഷണ സമിതി കമ്മീഷന്റെ മുന്നിൽ ഹാജരാക്കിയിട്ടുള്ള രേഖകളിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, അള്ളാഹുവിന്റെ നാമത്തിൽ ജഗന്നിയന്താവായ നാഥന്റെ തൃപ്തിക്ക് വേണ്ടി, എന്റെ പരലോകമോക്ഷത്തിന് വേണ്ടി 404.76 ഏക്കർ ഭൂമി കോഴിക്കോട് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഫാറൂഖ് കോളേജിന് വേണ്ടി ഞാൻ വഖഫ് ആധാരമായി ചെയ്യുന്നു എന്ന കൃത്യമായ രേഖ ഞങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട്. ഈ നേരത്തെ അദ്ദേഹം പറഞ്ഞു ഈ 6 വയസ്സുള്ള പെൺകുട്ടിയുടെ കഥയും 3 വയസ്സുള്ള പെൺകുട്ടിയുടെ കഥയും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ കൃത്യമായി കമ്മീഷന്റെ മുന്നിൽ പറഞ്ഞിട്ടുണ്ട്. 1948 ജിംബുബായിയിൽ നിന്ന് 1 ലക്ഷം രൂപക്ക് ഫാറൂഖ് സേട്ട് മേടിച്ച ഒറിജിനൽ ആധാരത്തിന്റെ കോപ്പി ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് മലയാളത്തില് പ്രത്യേകിച്ച് ആധാരം എഴുതുന്നവർക്കും ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ജിംബുബായിക്ക് 1946 അവർക്ക് കിട്ടിയിട്ടുള്ള ഭാഗാധാരം ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ ചോദിക്കുന്നു ഒറ്റക്കാര്യം ഞാൻ ചോദിക്കുന്നു, അവിടെ സമരം നടത്തപ്പെടുന്ന അവിടെ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ അവിടെ സമരം നടത്തുന്ന സമരസമിതിയുടെ ഞാനിത് കംപ്ലീറ്റ് ചെയ്യട്ടെ, നിർത്താം. സമരസമിതിയുടെ നേതൃത്വത്തിൽ അവിടെ സമരം നടക്കുന്ന പള്ളിയുണ്ടല്ലോ, അവിടെ ക്രിസ്ത്യൻ ചർച്ചിലാണ് അവിടെ സമരം നടക്കുന്നത്. അവിടെ ഏതെങ്കിലും ഒരു പൊതുവായ സ്ഥലത്തല്ല, ഒരു ആരാധനാലയത്തിൽ അവിടെ സംഘടിച്ചുകൊണ്ട് അവിടെ സമരം നടത്തിക്കൊണ്ട് മറ്റൊരു മതവിഭാഗത്തെ അവരുടെ വഖഫ് കടലിൽ താത്തുകൊണ്ടും പോടാ ഇങ്ങനെ തന്നെ പറയുന്നത്, പോടാ പുല്ലെ വഖഫെ എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം സമുദായത്തെ ആക്ഷേപിക്കുകയും വഖഫ് നിയമം കത്തിക്കുകയും ചെയ്യുന്ന ആ ക്രിസ്ത്യൻ പള്ളിക്ക് രേഖയിൽ എത്ര സെന്റ് സ്ഥലമുണ്ട്? ഞങ്ങളുടെ കയ്യിലുണ്ട് 25. അങ്ങനെ അടക്കം ഞാനിത് സംസാരിക്കുന്ന ഇടയ്ക്ക് സംസാരം അല്ല ഞാൻ ചോദിക്കുന്ന ചോദ്യം പ്രസക്തമാണ്. ആ ക്രിസ്ത്യൻ പള്ളിക്ക്, ആ സമരം നടത്തുന്ന ക്രിസ്ത്യൻ പള്ളിയുടെ ആധാരം ഞങ്ങളുടെ കയ്യിലുണ്ട്. 25 സെന്റ് സ്ഥലമേ ഉള്ളൂ. ആ സ്ഥലം നടന്നു നോക്ക്, 2 ഏക്കറുണ്ട്. അവിടെ മുതൽ തുടങ്ങിയിട്ട് നേരത്തെ അദ്ദേഹം പറഞ്ഞു, ഷോൺ ജോർജ് പറഞ്ഞു, റിസോർട്ടുകാര് കാശ് കൊടുത്ത് വാങ്ങിയതാണെങ്കിൽ എന്താണ് റിസോർട്ടുകാരുടെ കാര്യത്തില് ഷോൺ ജോർജിന് ഇത്ര താല്പര്യം? റിസോർട്ടുകാരുടെ കാര്യത്തിൽ ഞാൻ സംസാരിക്കട്ടെ. റിസോർട്ടുകാർ കാശ് കൊടുത്ത് വാങ്ങിയതാണെങ്കിൽ ആ കാശ് കൊടുത്ത് വാങ്ങിയതിന് മൂല്യമുണ്ട്. എന്തുകൊണ്ടാണ് 12 റിസോർട്ടുകാരെ നിലവിൽ ഇന്ന് രേഖ ഹാജരാക്കാത്തത്? അത് വേണ്ട, ഫാറൂഖ് കോളേജിൽ ഹാജരാക്കണ്ട, അവിടുത്തെ വില്ലേജ് ഓഫീസർ ഹാജരാക്കട്ടെ, ജില്ലാ കളക്ടറേറ്റ് ഓഫീസർ ഹാജരാക്കട്ടെ, അതല്ലെങ്കിൽ ഇതുമായി സർക്കാർ നിയോഗിച്ച കമ്മീഷന്റെ മുന്നിൽ ഹാജരാക്കട്ടെ, അല്ലെങ്കിൽ ഹൈക്കോടതിയിൽ ഹാജരാക്കട്ടെ.
എന്തുകൊണ്ടാണ് റിസോർട്ടുകാര് ഈ 12 പേർക്ക് കത്ത് കൊടുത്തിട്ട് ഫാറൂഖ് കോളേജ് എത്രയോ ചോദ്യത്തിലേക്ക് വരും പ്ലീസ്. ഞാൻ ചോദിക്കട്ടെ അവിടെ ഈ വിഷയം പരിഹരിക്കുക എന്ന സത്യസന്ധമായ മൂന്നുപേര് സംസാരിച്ചു. ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ഞങ്ങൾ സത്യസന്ധമായി ഈ വിഷയം പരിഹരിക്കും. ഞാൻ നിർത്തുകയാണ്. ഞാൻ ഈ വിഷയം നല്ല രീതിയിൽ സത്യസന്ധമായ രീതിയിൽ പരിഹരിക്കാൻ വേണ്ടി ഞാനൊരു നിർദ്ദേശം വെക്കുന്നു. അവിടെ താമസിക്കുന്ന പാവപ്പെട്ടവർ, ആ പാവപ്പെട്ടവരെന്ന് പറയപ്പെടുന്ന അവിടെ താമസിക്കുന്ന ആളുകള് അവരുടെ കയ്യിലുള്ള രേഖകള് അവർ കളക്ടറേറ്റിൽ ഹാജരാക്കട്ടെ. ഇവിടെ നമ്മുടെ വ്യവസായ വകുപ്പ് മന്ത്രിയും ഈ പറയപ്പെടുന്ന നമ്മുടെ പി രാജീവ് ഉണ്ടല്ലോ, അദ്ദേഹത്തൊക്കെ വിളിച്ച് ഒരു അദാലത്ത് തയ്യാറാക്കി. സാർ ഞങ്ങൾ ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കുന്നു, ഇവർ പറയുന്നു ഞങ്ങളുടെ അപ്പനപ്പൂപ്പന്മാർ മുതൽ അവിടെ താമസിച്ചു. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ശരാശരി ആയുസ് 65-70 വർഷമാണ്. അപ്പൊ അപ്പനപ്പൂപ്പന്മാർ എന്ന് പറയുമ്പോൾ ഒരു 300 വർഷത്തിന്റെ മുകളിലേക്ക് പോകും. എന്തുകൊണ്ടാണ് 100, 200, 300 വർഷം മുമ്പ് നിങ്ങളുടെ അപ്പനപ്പൂപ്പന്മാർ താമസിച്ച ഭൂമി 1988 മുതൽ 93 വരെയുള്ള 3 വർഷക്കാലം കൊണ്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് അത് രജിസ്റ്റർ ചെയ്തു എന്ന് പറയുന്നത്? ഈ പറയുന്ന വിഷയങ്ങൾ നടക്കുന്ന എപ്പോഴാണ്? 1950 ഈ പറയപ്പെടുന്ന ഈ വഖഫ് ഭൂമി അദ്ദേഹം കൊടുത്തിട്ടുള്ളത്. 1961 കാലഘട്ടത്തിലാണ് ജില്ലാ കോടതി പറവൂർ കോടതിയിലാണ് കേസ് പോകുന്നത്. 67 പോകുന്നത്. 67 കഴിഞ്ഞ് പിന്നെ ഹൈക്കോടതിയിലേക്ക് പോകുന്നത് 71 അതിന്റെ വിധി വരുന്നത് 1975 അവിടെ ഈ പറയപ്പെടുന്ന കയ്യേറ്റമാണ്. അവിടുത്തെ റിസോർട്ട് മാഫിയ മാത്രമല്ല അവിടെ ഈ പാവപ്പെട്ടവരെന്ന് പറയുന്ന മുഴുവൻ ആളുകളും അവിടെ കയ്യേറിയ ഭൂമിയാണ് എന്ന് ഞാൻ ആരോപിക്കുകയാണ്. ഞങ്ങൾ കയ്യേറിയ ഭൂമിയല്ല, ഞങ്ങൾ കാശ് കൊടുത്ത് വാങ്ങിയ ചാനൽ ചർച്ചയിൽ വന്നിരുന്നുകൊണ്ട് എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് ജനങ്ങളെ വിഡ്ഢികളാക്കാൻ നിങ്ങൾ ശ്രമിക്കരുത്. അവര് ജനങ്ങളുടെ മുമ്പിൽ പല കാര്യങ്ങളും പറഞ്ഞിട്ട് അവർക്ക് ഭൂമി വേണം. അവരുടെ അജണ്ട ഇതാണ്.